സോ ലാസ്റ്റ് ക്ലാസ്സിന് നമ്മൾ നോക്കിയായിരുന്നു യൂണിഫോം മോഷൻ ആകുമ്പോഴത്തേക്കും ഗ്രാഫ് എങ്ങനെയായിരിക്കും. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. സ്ലോപ്പ് വന്നിട്ട് അതിൻ്റെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നോൺ യൂണിഫോം ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതായത് ഒരു ബോഡി ഡിഫറൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം. ഡിഫറൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഗ്രാഫ് വേരി ചെയ്തുള്ള ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. അതായത് സ്ലോപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. സ്ലോപ്പ് വേരി ചെയ്ത് കിട്ടും. സോ നമുക്കിവിടെ ഒരു ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഒരു കാർ മൂവ് ചെയ്യുന്നത് 0 സെക്കൻഡ്, 2 സെക്കൻഡ്, 4 സെക്കൻഡ്. ഇവിടെ 2 സെക്കൻഡ് വെച്ചിട്ട് ഡിഫറൻസ് എടുക്കുകയാണ്. 2 സെക്കൻഡ് വെച്ച് ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പൊസിഷൻ്റെ ചേഞ്ച് എവിടെയാണെന്ന് നോക്കാം. ആദ്യം 0-ൽ നിന്ന് 5 മീറ്ററിലോട്ട് കൺവേർട്ട് ആയി. അതായത് 0 to 2 സെക്കൻഡ് ആയപ്പോഴത്തേക്കും കാറിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0-ൽ നിന്ന് 5 മീറ്ററിലോട്ട് കൺവേർട്ട് ആയി. ഇനി അടുത്ത് 2 to 4 സെക്കൻഡ്, അതായത് എഗെയിൻ 2 സെക്കൻഡ് ഇൻക്രീസ് ആയി. അപ്പോഴത്തേക്ക് ആ പൊസിഷൻ 5 മീറ്ററിൽ നിന്ന് 20 മീറ്ററിലോട്ട് കൺവേർട്ട് ആയി. ഇനി അടുത്ത് 4 സെക്കൻഡിൽ നിന്ന് എഗെയിൻ 2 സെക്കൻഡ് ഇൻക്രീസ് ആയി. 2 സെക്കൻഡ് ഇൻക്രീസ് ആയപ്പോഴത്തേക്കും അതിൻ്റെ പൊസിഷൻ 20 മീറ്ററിൽ നിന്ന് 26 മീറ്ററിലോട്ട് കൺവേർട്ട് ആയി. അടുത്ത് വീണ്ടും ടൈം 2 സെക്കൻഡ് ഇൻക്രീസ് ആയി. ദാറ്റ് ഈസ് 6 സെക്കൻഡ് ടു 8 സെക്കൻഡ്. 2 സെക്കൻഡ് ഇൻക്രീസ് ആയപ്പോഴത്തേക്കും 26 മീറ്ററിൽ നിന്ന് പൊസിഷൻ 44 മീറ്ററിലോട്ട് കൺവേർട്ട് ആയി. ഇനി അടുത്ത് വീണ്ടും 8 സെക്കൻഡിൽ നിന്ന് 10 സെക്കൻഡ്. ടൈം 2 സെക്കൻഡ് ഇൻക്രീസ് ആയി, 2 ഡിജിറ്റ് കൂടി. അപ്പോഴത്തേക്കും പൊസിഷൻ 44 മീറ്ററിൽ നിന്ന് 50 മീറ്ററിലോട്ട് മാറി. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ടൈം 2 സെക്കൻഡ് വെച്ചിട്ട് വേരി ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ ആദ്യത്തെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0-ൽ നിന്ന് 5 മീറ്റർ. അപ്പോൾ ഈ ഡിഫറൻസ് വന്നിട്ട് 5 കിട്ടി. അടുത്ത് 2 സെക്കൻഡ് ഇൻക്രീസ് ആയപ്പോഴത്തേക്കും അടുത്ത 5 അല്ല ഡിഫറൻസ് വന്നിട്ടുള്ളത്. 20 - 5 എടുക്കുമ്പോഴത്തേക്കും 15 മീറ്റർ എന്ന് കിട്ടും. സോ ആ ഒരു പൊസിഷൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവും ഇത് 5 ആണ്, ഇവിടെ നോക്കുമ്പോൾ 15 ആണ്. അടുത്ത് വന്നിട്ട് 6 മീറ്റർ ഡിഫറൻസേ ഉള്ളൂ. സോ അത് ഓരോ 2 സെക്കൻഡിലും കവർ ചെയ്യുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കാൾഡ് നോൺ യൂണിഫോം മോഷൻ. സോ അതിൻ്റെ ഗ്രാഫിന് നമുക്കിവിടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ ഡീറ്റെയിൽസ് ഈ ഒരു ടേബിളിൽ കംപ്ലീറ്റ് ചെയ്യാം. 0 ടൈം 0 ആയിരിക്കുമ്പോഴത്തേക്കും പൊസിഷൻ 0, അതിന് ടൈം 2 ആകുമ്പോഴത്തേക്കും പൊസിഷൻ 5 മീറ്റർ. നെക്സ്റ്റ് വന്നിട്ട് ടൈം 4 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും പൊസിഷൻ്റെ വാല്യൂ 20 മീറ്റർ. അടുത്ത് ടൈം 6 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും പൊസിഷൻ്റെ വാല്യൂ 26 മീറ്റർ. അടുത്ത് ടൈം 8 സെക്കൻഡ് ആയപ്പോഴത്തേക്കും പൊസിഷൻ്റെ വാല്യൂ 44 മീറ്റർ. അടുത്ത് 10 സെക്കൻഡ് ആയപ്പോഴത്തേക്കും 50 മീറ്റർ. ഈ വാല്യൂസ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് ഹൊറിസോണ്ടൽ ആക്സിസ് ആയാലും വെർട്ടിക്കൽ ആക്സിസ് ആയാലും ടൈം ഇൻ്റർവെല്ലും പൊസിഷൻ്റെ ഈ ഇൻ്റർവെല്ലും വന്നിട്ട് ഈക്വൽ ആയിരിക്കണം. സോ ഇവിടെ ടൈം വന്നിട്ട് 0, 2, 4, 6. അപ്പോൾ 2 ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാം. 2, 4, 6, 8, 10. സോ ഈ ഒരു ടൈം ഇൻ്റർവെല്ല് സെയിം ആയിരിക്കണം. അതായത് ടൈം എടുത്താലും പൊസിഷൻ എടുത്താലും 2 ആക്സിസിൽ എടുക്കുന്ന ടൈം ഇൻ്റർവെല്ല് സെയിം ആയിരിക്കണം. സോ ഇവിടെ നമ്മൾ ഒരു 2 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവെല്ല് വെച്ച് കീപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്ത് പൊസിഷൻ്റെ വാല്യൂ. പൊസിഷൻ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് 0, 5, 20, 26, 44, 50. പക്ഷേ ഈ ഒരു ഡിഫറൻസ് വന്നിട്ട് അത് സെയിം ഡിഫറൻസ് അല്ല കീപ്പ് ചെയ്ത് പോകുന്നത്. ആദ്യം 5 വന്നിട്ടുണ്ടാകും, അടുത്ത് 15 വന്നിട്ടുണ്ട്, അടുത്ത് 6 വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് വന്നിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വേരിയേഷൻ ഒരിക്കലും നമുക്കിവിടെ ഗ്രാഫിൽ കൊടുക്കാൻ പാടില്ല. ഇവിടെ എടുക്കുന്നത് നമുക്ക് ഈ ഒരു ഈക്വൽ ആയിട്ടുള്ള വേരിയേഷൻ വേണം, ഡിഫറൻസ് വേണം നമുക്കിവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. ഈക്വൽ ഇൻ്റർവെൽ ചേഞ്ച് ചെയ്ത് പോകണം. സോ ഇവിടെ 0. അടുത്ത് വന്നിട്ട് നമുക്ക് ഈ ഒരു ഇവിടെ 5 വന്നിട്ടുണ്ട്, 20, 26, 44, 50. അപ്പോൾ നമുക്കിവിടെ 0, 2, 4, 6 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എല്ലാ വാല്യൂസും നമുക്ക് ഈ ഒരു ചെറിയ ഗ്രാഫിൻ്റെ അകത്ത് എടുക്കാൻ പറ്റില്ല. സോ നമുക്കിവിടെ ഒരു 5 or 10 ഡിഫറൻസ് വെച്ചിട്ട് എടുക്കാം. 5 വെച്ചിട്ട് എടുത്താലും മതി. 5 വെച്ചിട്ട് എടുക്കാം. 5, 10, 15, 20, 25, 30, 35, 40, 45. ഇനി 0 ടൈം ആകുമ്പോഴേക്കും പൊസിഷൻ 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഈ പോയിന്റ്. ഇനി അടുത്ത് 2 സെക്കൻഡിൽ വന്നിട്ട് 5 ആണ്, പൊസിഷൻ വന്നിട്ട് 5. ഇനി അടുത്ത് 4 സെക്കൻഡ് ടൈം 4 ആയപ്പോഴത്തേക്കും ഇതിൻ്റെ പൊസിഷൻ വന്നിട്ട് 20 മീറ്ററിലാണ്. നെക്സ്റ്റ് ടൈം 6 സെക്കൻഡ് ആയപ്പോഴത്തേക്കും പൊസിഷൻ്റെ വാല്യൂ 26 മീറ്ററിലോട്ട് മാറിയിട്ടുണ്ട്. 6 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 26. അടുത്ത് 8 സെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 44.
സോ ഒരു ഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. സോ ഈ കിട്ടുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കില്ല. കാരണം ഈ നമുക്ക് ഇവിടെ കാറിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ നോൺ യൂണിഫോം ആയതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഗ്രാഫും സ്ലോപ്പ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്രാഫ് കിട്ടും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്ലോപ്പ് അല്ല അടുത്ത് വന്നിട്ടുള്ളത്, അടുത്ത സ്ലോപ്പ് ഡിഫറൻ്റ് ആണ്. അങ്ങനെ ഓരോ കേസ് എടുക്കുമ്പോഴത്തേക്കും സ്ലോപ്പ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫായിരിക്കും കിട്ടുന്നത്. അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ യൂണിഫോം മോഷൻ ആയതുകൊണ്ടാണ്. ഫോർ എ നോൺ യൂണിഫോം മോഷൻ ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് ഡിഫറൻ്റ് അറ്റ് ഈച്ച് ഇൻസ്റ്റൻറ്റ്. സോ നമുക്കൊരു യൂണിഫോം മോഷൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോൺ യൂണിഫോം മോഷൻ്റെ കേസും പറഞ്ഞത്. നോൺ യൂണിഫോമിൻ്റെ ഗ്രാഫാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ നമുക്ക് പൊസിഷൻ്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡിജിറ്റ് വെച്ചിട്ട് ഡിഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആ ഒരു ഗ്രാഫ് കുറച്ചുകൂടെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഡിജിറ്റിൻ്റെ ആ സ്കെയിലിൻ്റെ ഡിവിഷൻ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ഡിഫറൻസ് എടുത്തത് 5 ഡിജിറ്റ് വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ആ ഒരു 10 ഡിവിഷൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. സോ നേരത്തെ ആ സ്കെയിൽ ഡിവിഷനെ പറ്റി ഒരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കെയിൽ ഡിവിഷൻ കുറയ്ക്കുമ്പോഴത്തേക്കും ഈ ഗ്രാഫിൻ്റെ സൈസ് ഇൻക്രീസ് ആവും, സ്കെയിൽ ഡിവിഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഗ്രാഫിൻ്റെ സൈസ് റെഡ്യൂസ് ആവും. സോ ഇവിടെ സ്കെയിൽ ഡിവിഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 0-ൽ നിന്ന് ആദ്യത്തെ പോയിന്റ് 10 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 ഡിജിറ്റ് ആണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നേരത്തെ വരച്ചിട്ടുള്ള ഗ്രാഫിൽ നിന്ന് കുറച്ചുകൂടെ നമുക്കൊരു ചെറിയ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അക്കോർഡിംഗ് ടു ദിസ് ഗ്രാഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് യൂസിങ് ദ ഗ്രാഫ് ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ കാർ ഇൻ 3 സെക്കൻഡ്. സോ ഇവിടെ 3 സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും 2-ഉം 4-ൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു സെൻറ്റർ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും 3 സെക്കൻഡ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ നമ്മൾ മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 11 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടും. ഇതിന് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 11 മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത് 45 മീറ്റർ ആകുമ്പോഴത്തേക്കും അടുത്ത ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45 മീറ്ററിലാകുമ്പോഴത്തേക്കും ടൈം എത്രയായിരിക്കും? അപ്പം നമുക്ക് 45 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 50-ക്കും 40-നും ഇടയിൽ സെൻറ്ററിലൊരു വാല്യൂ എടുക്കുകയാണ്. ഇത് റൈറ്റിലോട്ട് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ് കിട്ടും. ഈ ഒരു പോയിന്റ് കിട്ടും. ജസ്റ്റ് ഇതിനെ താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 8.5 സെക്കൻഡ് എന്ന് കിട്ടും. അടുത്ത നെക്സ്റ്റ് വന്നിട്ട് പൊസിഷൻ 45 മീറ്റർ ആണ്. 45 മീറ്റർ ആകുമ്പോഴത്തേക്കും ടൈം എത്രയായിരിക്കും? 44 മീറ്റർ ആകുമ്പോഴത്തേക്കും ടൈം 8 സെക്കൻഡ് ആണെന്ന് അറിയാം. 45 ആകുമ്പോഴത്തേക്കും ഒരു ഡിജിറ്റ് അങ്ങോട്ട് കുറച്ചുകൂടെ ഒന്ന് മുന്നിലോട്ട് വരാണ്. ഇവിടെ വരും അപ്രോക്സിമേറ്റ്ലി ഈ ഒരു പോയിന്റ് ആയിരിക്കും. സോ ഇതിനെ നമ്മൾ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 8.5 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. 8.5 സെക്കൻഡ്. സോ 45 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 45 മീറ്റർ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.5 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. സെക്കൻഡ് 8.5 സെക്കൻഡാണ്. അടുത്തത് വന്നിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൈം വന്നിട്ട് എക്സ് ആക്സിലായിരിക്കും, വെലോസിറ്റി വന്നിട്ട് വൈ ആക്സിലായിരിക്കും. ദാറ്റ് ഈസ് വെർട്ടിക്കൽ ആക്സിസ്. സോ ഇനി വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ ഇവിടെ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസ് വന്നിട്ട് ടൈം എടുത്തിട്ടുണ്ട്, വൈ ആക്സിസ് വന്നിട്ട് വെലോസിറ്റി എടുത്തിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡിൽ. സോ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് ടൈം 0 സെക്കൻഡ് ആയപ്പോഴത്തേക്കും വെലോസിറ്റി 10. സോ ഇവിടെ ഇത് തന്നിട്ടുണ്ട്. ടൈം 0 ആണ്, വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അടുത്ത് വെലോസിറ്റി വന്നിട്ട് 10, വീണ്ടും എഗെയിൻ 10 ആ ഒരു വാല്യൂ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ടൈം വന്നിട്ട് 2 സെക്കൻഡ് ആണ്. ഇവിടെ ടൈം 2 സെക്കൻഡ് ആണ്, വെലോസിറ്റി 10. എഗെയിൻ വെലോസിറ്റി വാല്യൂ ചേഞ്ച് ഇല്ല. ടൈം 2 സെക്കൻഡ് വെച്ചിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം 2 സെക്കൻഡ് വെച്ചിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അത് ഈക്വൽ ആയിട്ട് ചേഞ്ച് ആവുകയാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ വെലോസിറ്റി ഒരേ വാല്യൂ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു ഗ്രാഫ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗ്രാഫ് കിട്ടിയിട്ടുള്ളത്. സോ ഇനി അടുത്ത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ഇൻ്റർവെൽ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 എന്ന് പറഞ്ഞുള്ള സെക്കൻഡും 8 എന്ന് പറഞ്ഞുള്ള സെക്കൻഡും. ഈ 2 ഇൻ്റർവെൽ 2 സെക്കൻഡും 8 സെക്കൻഡ്, ഇതിന് ഈ 2 ഇൻ്റർവെല്ലിൻ്റെ ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിനു മുമ്പായിട്ട് ഞാൻ ഈ ഒരു ഇൻ്റർവെല്ലിൽ ഇവിടെ ഒരു ഗ്രാഫ് ഇങ്ങോട്ട് താഴോട്ട് വരയ്ക്കുകയാണ്. ഈ ഗ്രാഫിലും താഴോട്ട് വരയ്ക്കുകയാണ്, ഇവിടെ നിന്ന് താഴോട്ട് വരയ്ക്കുകയാണ്. ഇനി ഇതിൻ്റെ ഏരിയ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് കിട്ടിയത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ് കിട്ടിയത്. സോ ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ദാറ്റ് ഈസ് ഏരിയ ഈസ് ഈക്വൽ ടു ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ഇതിന് ലെന്തിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ടൈമിൻ്റെ വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലെന്ത് ഈക്വൽ ടു ടൈമിന് ഈക്വൽ ആയിരിക്കും. കാരണം ലെന്ത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ ആക്സിസ് ആണ്. അടുത്ത് ബ്രെഡ്ത്ത് എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്നത് വെലോസിറ്റി ആയിരിക്കും. ബ്രെഡ്ത്ത് എടുക്കുമ്പോൾ കിട്ടുന്ന വെലോസിറ്റി ആയിരിക്കും. ലെന്ത് എടുക്കുമ്പോൾ കിട്ടുന്നത് അതിൻ്റെ ടൈമിൻ്റെ വാല്യൂ ആയിരിക്കും. സോ ഇതായിരിക്കും ബ്രെഡ്ത്തിൻ്റെ വാല്യൂ. ദാറ്റ് ഈസ്
10 ആയിരിക്കും. ടൈമിൻ്റെ വാല്യൂ 8 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. സോ ഈ രണ്ട് വാല്യൂസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏരിയ കിട്ടും. ഏരിയ ഈസ് ഈക്വൽ ടു 6 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. സോ നമ്മൾ ഇവിടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലെന്തിൻ്റെ ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നോക്കുമ്പോഴത്തേക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ വെലോസിറ്റിയുടെ വാല്യൂ 10 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 10. സോ ഈ വാല്യൂ ഈസ് ഈക്വൽ ടു 10 ആയിരിക്കും. അവിടെ നമുക്ക് എടുക്കേണ്ട ടൈം ഇൻ്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 8 ആണ്. സോ അവിടുത്തെ ടൈം ഇൻ്റർവൽ 8 - 2. 8 - 2 വരുമ്പോഴത്തേക്കും 6 വരും. സോ ആ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും 10 × 6 എടുക്കുമ്പോഴത്തേക്കും 60 എന്ന് കിട്ടും. ഡിസ്പ്ലേസ്മെൻ്റ് ആയത് കാരണം മീറ്റർ. സോ ഇവിടെ ഇത് ഏരിയ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും നമുക്ക് 60 എന്ന് കിട്ടി. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനിൽ ആ വെലോസിറ്റിയുടെയും ടൈമിൻ്റെയും വാല്യൂ കൊടുത്തപ്പോഴത്തേക്കും 60 എന്ന് കിട്ടി. സോ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗ്രാഫിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏരിയ ഈക്വൽ ടു AB × AD. ദാറ്റ് ഈസ് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രെഡ്ത്ത് ആയിരിക്കും, AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും. ആ ഒരു വാല്യൂ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും കിട്ടുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. സോ ഫൈനലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. നെക്സ്റ്റ് സെക്ഷൻ ഇക്വേഷൻ ഓഫ് മോഷൻ. 3 ടൈപ്സ് ഓഫ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ നമ്മൾ നോക്കിയായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇനി എങ്ങനെയാണ് ആ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡെറൈവ് ചെയ്തെടുക്കുന്നത്? അതിന് മുമ്പായിട്ട് ഒരു സ്റ്റോൺ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് സ്റ്റോൺ താഴോട്ട് ഇടുമ്പോഴത്തേക്കും അത് ഫ്രീ ഫോൾ ചെയ്യുകയാണ്. ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആക്സലറേഷൻ്റെ വാല്യൂ G ഈസ് ഈക്വൽ ടു 9.8 ആയിരിക്കും. പിന്നെ അത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ്ലി 10 ആയിട്ട് എടുക്കും. 10 m/s². ദാറ്റ് മീൻസ് ഓരോ സെക്കൻഡിലും അതിൻ്റെ വെലോസിറ്റി 10 വെച്ചിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യത്തെ സെക്കൻഡിൽ 0 ആയിരിക്കും, പിന്നെ അടുത്ത 1 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും 10 ആവും, അടുത്ത 1 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും 10 ഇൻക്രീസ് ആവും, 20 ആവും, അടുത്ത 1 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും 30 ആവും. അങ്ങനെ 10 വെച്ചിട്ട് ഇൻക്രീസ് ആയി പോകും. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്കും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് ഈ ഒരു യൂണിഫോം മോഷൻ കിട്ടും. കാരണം വെലോസിറ്റി യൂണിഫോം ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം ഗ്രാഫ് ആയിരിക്കും. അത് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ഇത് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇവിടെ നമുക്കൊരു ഫ്രീ ഫോൾ ചെയ്യുന്ന ഒരു സ്റ്റോണിൻ്റെ ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 2 പോയിന്റ് എടുത്തിട്ടുണ്ട്. പിയും ക്യൂ എടുത്തിട്ടുണ്ട്. 2 ഇൻ്റർവെൽ എടുത്തിട്ടുണ്ട്. പി എന്ന് പറഞ്ഞൊരു പോയിന്റും ക്യൂ എന്ന് പറഞ്ഞൊരു പോയിന്റും. ഇനി പി എന്ന് പറഞ്ഞ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടൈം എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതിനെ താഴോട്ട് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടൈം കിട്ടും. അതിന് T1 എന്ന് എടുത്തിട്ടുണ്ട്. ഇനി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടൈം എടുത്തിട്ടുണ്ട്, T2. സോ നമ്മളിവിടെ 2 ടൈം ഇൻ്റർവെൽ എടുത്തിട്ടുണ്ട്, T1 T2. ആ 2 ടൈം ഇൻ്റർവെൽ എടുത്തപ്പോഴത്തേക്കും ഈ 2 പോയിന്റ് കിട്ടി. ആ 2 പോയിന്റിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന 2 ഷേപ്പ് കിട്ടി. ഒന്ന് സ്ക്വയറും ഒന്ന് ഒരു ട്രയാങ്കിളും കിട്ടി. ഈ മൊത്തത്തിലൊരു കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു കംപ്ലീറ്റ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ട്രപ്പീസ്യത്തിൻ്റെ ഷേപ്പിലോട്ട് പോകും. അപ്പോൾ ട്രപ്പീസ്യത്തിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ കണ്ടുപിടിക്കും. സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർവെൽ ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇനി അടുത്ത വെലോസിറ്റിയുടെ ഡിഫറൻസ് എങ്ങനെ എടുക്കാം, ടൈം എങ്ങനെ നോട്ട് ചെയ്യാം? അതിന് മുമ്പായിട്ട് ആദ്യത്തെ ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ഫസ്റ്റ് പോയിൻ്റാണ്. സോ അവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ആയിരിക്കും. ഈ പോയിന്റിൽ ഇനിഷ്യൽ വെലോസിറ്റി ആയിരിക്കും. അടുത്ത ലാസ്റ്റ് പോയിന്റ് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റാണ്. അവിടുത്തെ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ആയിരിക്കും. സോ പി ഈസ് ഈക്വൽ ടു യു ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു, ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഫൈനൽ വെലോസിറ്റി ആയിരിക്കും. ഇനി എങ്ങനെയാണ് ആ ഒരു ഇൻ്റർവെൽ എടുക്കുന്നത്? ഇവിടെ നമുക്ക് പി എസ് ഈക്വൽ ടു, ദറ്റ് ഈസ് പി എസ് ഈക്വൽ ടു ഈ ഒരു ഹൈറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ലെഫ്റ്റിലോട്ട് നോക്കിയാൽ മതി. ലെഫ്റ്റിലോട്ട് നോക്കുമ്പോഴത്തേക്കും അത് വെലോസിറ്റി ഈക്വൽ ആയിട്ട് മാറും. ഇവിടെ ലെഫ്റ്റിലോട്ട് നോക്കിയാൽ മതി, അത് വെലോസിറ്റി ഈക്വൽ ആണ്. ഫസ്റ്റ് പോയിന്റ് ആയത് കാരണം അതൊരു ഇനിഷ്യൽ പോയിന്റ് ആണ്. സോ അവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ആയിരിക്കും. സോ പി എസ് ഈക്വൽ ടു AR മീൻസ് ഈ ഹൈറ്റ് പി എസ് എന്ന് പറഞ്ഞ ഹൈറ്റും ഈ AR എന്ന് പറഞ്ഞ ഹൈറ്റും സെയിം ആയിരിക്കും. അത് 20 ഈക്വൽ ആയിരിക്കും. അത് ഇനിഷ്യൽ വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ യു. ഇനിഷ്യൽ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന യു എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത നെക്സ്റ്റ് QR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റാണ്. ഈ ഒരു ഹൈറ്റ് QR. സോ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കുമ്പോഴത്തേക്കും അത് വീണ്ടും വെലോസിറ്റിയിലോട്ടാണ് പോകുന്നത്. വെലോസിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിലോട്ടാണ് പോകുന്നത്. അത് ഫൈനൽ പോയിന്റ് ആയത് കാരണം അത് നമ്മൾ V ആയിട്ട് എടുക്കുകയാണ്. സോ QR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു Vക്ക് തുല്യമാണ്, ഫൈനൽ വെലോസിറ്റിക്ക് തുല്യമാണ്. ഇനി അടുത്ത് വെലോസിറ്റി ഡിഫറൻസ് എങ്ങനെ എടുക്കാം?
വെലോസിറ്റി ഡിഫറൻസ് എടുക്കുന്ന വി മൈനസ് യു, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. സോ ആ ഒരു ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഹൈറ്റ് ക്യു ആർ മൈനസ് പി എസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യു എക്ക് തുല്യമായിരിക്കും. ഇത്രയും ഹൈറ്റ് മൈനസ് ഇത്ര എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റിന് തുല്യമായിരിക്കും, ക്യു എക്ക് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ടു എ ക്യൂവിന് തുല്യമായിരിക്കും. എ ക്യൂ മീൻസ് ദ ഇത്രയും പോർഷൻ, ഇത്രയും ഹൈറ്റിൽ നിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് കിട്ടും. സോ എ ക്യൂ ഇസ് ഈക്വൽ ടു ക്യു ആർ മൈനസ് പി എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വി മൈനസ് യു, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇനി അടുത്ത് ടൈമിൻ്റെ ചേഞ്ച് എടുക്കണം. ടൈമിൻ്റെ ആ ഒരു ഇൻ്റർവെൽ എങ്ങനെ എടുക്കാം? അത് ഈ T2 മൈനസ് ടി എടുത്താൽ മതി. T2 എന്ന് പറഞ്ഞാൽ 4, T1 എന്ന് പറഞ്ഞാൽ 2, സോ 4 മൈനസ് 2, ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ നമുക്ക് അവിടെ ചേഞ്ച് ഇൻ ടൈം കിട്ടി, അതായത് ടൈം ഇൻ്റർവെൽ കിട്ടി, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റിയും കിട്ടി. ഇനി അടുത്ത ആക്സലറേഷൻ എങ്ങനെയാണെന്ന് അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഈ ഒരു ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ആക്സലറേഷൻ എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെല്ലാണ്, ടോട്ടൽ ടൈം. സോ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി വി മൈനസ് യു ആണെന്ന് എടുത്തിട്ടുണ്ട്. സോ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അഗെയിൻ എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി, ഹിയർ ചേഞ്ച് ഇൻ വെലോസിറ്റി എ ക്യൂവിന് ഈക്വൽ ആണ്. സോ എ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ക്യൂ ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ടൈം, ദാറ്റ് ഈസ് ടൈം ഇൻ്റർവെൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ആർ. സോ ഇവിടെ എ ക്യൂ മീൻസ് വി മൈനസ് യു, എ ക്യൂവിന് പകരം വി മൈനസ് യു കൊടുക്കുകയാണ്, എസ് ആറിന് പകരം ടൈം ഇൻ്റർവെൽ കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് T2 മൈനസ് T1, അതിനെ ജസ്റ്റ് ടി എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. സോ എ ക്യൂ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ആൻഡ് എസ് ആർ ഈക്വൽ ടു ടി. സോ എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇതിനൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു. എഗെയിൻ അതിൽ നിന്ന് വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ദിസ് ഇക്വേഷൻ ഈസ് കാൾഡ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. സോ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ആക്സലറേഷനും ടൈമും തമ്മിലുള്ള ഒരു റിലേഷൻ. സോ ഈ ഒരു വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ, അതായത് യു എ ടി, ഈ ഒരു വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഓരോ ഇൻസ്റ്റൻറ്റിലുള്ളയും ബോഡിയുടെ വെലോസിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു വെലോസിറ്റി എങ്ങനെയാണ് മാറി മാറി ചേഞ്ച് ചെയ്ത് പോകുന്നതെന്ന്, ടൈമിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് പോകുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. നെക്സ്റ്റ് പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷൻ ടൈം റിലേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഗ്രാഫ് മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്രാഫിൽ എടുത്തിട്ടുള്ള ഒരു ടൈം ഇൻ്റർവെൽ T1 T2 എടുത്തിട്ടുണ്ട്. ആ ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ കീപ്പ് ചെയ്തപ്പോഴത്തേക്ക് നമുക്കൊരു ഷേപ്പ് കിട്ടിയത് ട്രപ്പീസിയത്തിൻ്റെ ഷേപ്പ് കിട്ടി. സോ ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് കിട്ടിയത്. ഇനി ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രപ്പീസിയം. കാരണം നമുക്കിവിടെ കിട്ടിയത് ഈ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ട്രപ്പീസിയമാണ്, ദറ്റ് ഈസ് PQRS. ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. സോ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ A ഈസ് ഈക്വൽ ടു ഹാഫ് H ഇൻറ്റു A പ്ലസ് B, വെയർ H ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പാരലൽ ലൈൻസ് ആൻഡ് A ഈസ് ദ ഹൈറ്റ് ഓഫ് ദീസ് ടു ഫസ്റ്റ് പാരലൽ ലൈൻ ആൻഡ് B ഈസ് ദ ഹൈറ്റ് ഓഫ് ദ സെക്കൻഡ് പാരലൽ ലൈൻ. രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് Hഉം അതുപോലെ തന്നെ ആ ഒരു പാരലൽ ലൈനിൻ്റെ ഹൈറ്റ് Aയും മറ്റേതിൻ്റെ Bയും ആയിരിക്കും. സോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ട്രപ്പീസിയം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് Hന് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് എസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് H. അടുത്ത് എയ്ക്ക് തുല്യമായിട്ടുള്ളത്, എയ്ക്ക് ഈക്വൽ ആയിട്ടുള്ളത് PS ആയിരിക്കും. സോ എയുടെ സ്ഥാനത്ത് PS കൊടുക്കണം, പ്ലസ് ബിക്ക് ഈക്വൽ ആയിട്ടുള്ളത് RQ അല്ലെങ്കിൽ QR. ഇപ്പോൾ ഇവിടെ ബിയുടെ സ്ഥാനത്ത് QR കൊടുക്കണം. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ SR എന്താണെന്ന് നോക്കണം, അതുപോലെ തന്നെ PS എന്താണെന്ന് നോക്കണം, പിന്നെ QR എന്താണെന്ന് നോക്കണം. ഇത് നോക്കിയിട്ട് ഇതിൻ്റെ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നമുക്കൊരു വേറൊരു സെക്കൻഡ് ഇക്വേഷനിലോട്ട് പോകും. അത് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷനാണ്. അതിന് മുമ്പായിട്ട് SR എന്താണെന്ന് നോക്കാം. സോ SR ഈസ് ഈക്വൽ ടു അവിടെ ടൈം ഇൻ്റർവെല്ലിന് ഈക്വൽ ആയിരിക്കും, അതായത് T2 മൈനസ് T1 ഈക്വൽ ആയിരിക്കും, ദാറ്റ് ഈസ് T. ഇനി അടുത്തത് PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, PS ഈസ് ഈക്വൽ ടു യു, ഇനിഷ്യൽ വെലോസിറ്റി ഈക്വൽ ആയിരിക്കും, ആൻഡ് QR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ഈക്വൽ ആയിരിക്കും. ഈ എല്ലാ വാല്യൂസും ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു SRന് പകരം T കൊടുക്കണം, PSന് പകരം യു, ദാറ്റ് ഈസ് ഇനിഷ്യൽ വെലോസിറ്റി, ആൻഡ് QRന് പകരം ഫൈനൽ വെലോസിറ്റി. സോ ഇത്രയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, V ഈസ് ഈക്വൽ ടു യു പ്ലസ് AT. വിയുടെ സ്ഥാനത്ത് നമ്മൾ യു പ്ലസ് AT കൊടുക്കണം. സോ ഇവിടെ യു പ്ലസ് വി,
ഇൻസ്റ്റെഡ് ഓഫ് വി ദാറ്റ് ഈസ് യു പ്ലസ് എ ടി. സോ ഇനി അടുത്ത് ചെയ്യേണ്ടത് യു പ്ലസ് യു ദാറ്റ് ഈസ് ഈക്വൾ ടു 2u പ്ലസ് എ ടി. ഇനി ഈ ഹാഫ് ടി അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഹാഫ് ടി ഇൻറ്റു 2u പ്ലസ് ഹാഫ് ടി ഇൻറ്റു എ ടി. ഇനി ഇവിടുത്തെ 2 മുകളിലത്തെ 2 കട്ടായി പോകും. ദാറ്റ് ഈസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൾ ടു എസ് ഈസ് ഈക്വൾ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ എസ് ദാറ്റ് ഈസ് ഈക്വൾ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. അടുത്ത തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ അഗെയിൻ വീണ്ടും എടുക്കുന്നത് ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ അഗെയിൻ ഫ്രം ദിസ് റിലേഷൻ എസ് ഈസ് ഈക്വൾ ടു ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് വി ടി. ഈ ഒരു റിലേഷൻ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ് ഈസ് ഈക്വൾ ടു ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് വി. സോ ഒരു സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്ന് അതേ ഇക്വേഷൻ തന്നെ നമ്മളിവിടെ എടുക്കുകയാണ്. സ്റ്റാർട്ടിങ് ഇക്വേഷൻ അതേ ഇക്വേഷൻ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂസ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഡിഫറൻറ്റ് വാല്യൂസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അക്കോർഡിംഗ് ടു ദ ആക്സലറേഷൻ ഇക്വേഷൻ എ ഈക്വൾ ടു വി മൈനസ് യു ബൈ ടി ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇനി ഇതിലൊന്ന് ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഈ എനെ ടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ടി മുകളിലോട്ട് വരും, എ താഴോട്ട് വരും. ദെൻ വി മൈനസ് യു ബൈ എ. അപ്പോൾ നമുക്കിവിടെ ടിയുടെ ഇക്വേഷൻ കിട്ടിയത് വി മൈനസ് യു ബൈ എ എന്നൊരു ഇക്വേഷൻ കിട്ടി. ടിയുടെ ഇക്വേഷൻ എടുത്ത് നേരെ ഇവിടെ കൊടുക്കണം, ഈ ഒരു പോർഷനിലോട്ട് കൊടുക്കണം. സോ നമുക്ക് ആ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു വി മൈനസ് യു ബൈ എ എന്ന് കിട്ടും. പിന്നെ അടുത്ത് റൈറ്റ് സൈഡിൽ വീണ്ടും നമുക്ക് വേറൊരു ടേം ഉണ്ട്, യു പ്ലസ് വി എന്ന് പറഞ്ഞൊരു ടേം കൂടെ ഉണ്ട്. സോ ഹാഫ് ഇൻറ്റു വി മൈനസ് യു ബൈ എ ഇൻറ്റു വി പ്ലസ് യു. ജസ്റ്റ് ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു ഡിവൈഡഡ് ബൈ എ. സോ നമുക്കൊരു ജനറൽ ഇക്വേഷൻ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. സോ ആ ഒരു റിലേഷൻ അനുസരിച്ചിട്ട് ഇവിടെ വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു, സോ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് പറഞ്ഞ് ഒരു ടൈമിലോട്ട് കൺവേർട്ട് ആവും, ഡിവൈഡഡ് ബൈ 2a. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് വന്നിട്ട് എസ് ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ 2a ഇങ്ങോട്ടൊന്ന് മാറ്റി കഴിഞ്ഞാൽ 2a is equal to വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇതിനെ നമുക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. സോ ദിസ് ഇക്വേഷൻ ഈസ് കാൾഡ് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റിലേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആൻഡ് തേർഡ് ഇക്വേഷൻ ഈസ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. സോ നമുക്ക് 3 ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടിയിട്ടുണ്ട്. ഈ 3 ഇക്വേഷൻ ഓഫ് മോഷനിലും ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി, അതുപോലെ തന്നെ അടുത്ത ആക്സലറേഷൻ, പിന്നെ അടുത്ത ടൈം, പിന്നെ അടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമുക്കൊരു ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി അറിയാം, അതിൻ്റെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം, ആക്സലറേഷൻ അറിയാം, ടൈം അറിയാം. സോ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കാം. ഇനി അടുത്ത് ഇനിഷ്യൽ വെലോസിറ്റി അറിയാം, അതിൻ്റെ ആക്സലറേഷൻ അറിയാം, ടൈം അറിയാം, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കുക. ഇനി അടുത്ത് ആക്സലറേഷൻ അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാം. ഇനി അതിൻ്റെ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഇനിഷ്യൽ വെലോസിറ്റി ഇപ്പം ജസ്റ്റ് ഒരു ബോഡി സീറോയിൽ സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ആക്സലറേഷൻ അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കാം. സോ ഒരു ബോഡിയുടെ സ്റ്റേറ്റ് നമുക്ക് കംപ്ലീറ്റും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഈ 3 ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഏത് പൊസിഷനിലാണ്, ഏത് ടൈമിൽ ഏത് പൊസിഷനിലോട്ട് പോകുന്നുണ്ട്, അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കൈനമാറ്റിക് ഇക്വേഷൻസ് ആണ്. ഒരു ബോഡി മൂവ് ചെയ്യുന്നതിൻ്റെ റീസൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് എഫ് ഈസ് ഈക്വൽ ടു എം എ ആ ഒരു കൺസെപ്റ്റിലോട്ട് പോകും. സോ ഇവിടെ ഒരു ബോഡിയുടെ മോഷനെ പറ്റി മാത്രമേ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റൂ ബൈ യൂസിങ് ദീസ് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ. സോ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞായിരുന്നു. ഇനി അടുത്ത് അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയായിരുന്നു, ഇത് കൈനമാറ്റിക് ഇക്വേഷൻസ് ആണ്, അതായത് 3 ഇക്വേഷൻസ് ഓഫ് മോഷനാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അടുത്ത പ്രോബ്ലംസ് എങ്ങനെ ഡീൽ ചെയ്യാം, അതായത് ഒരു ബോഡിയുടെ ഓരോ സെക്കൻഡിലുള്ള വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ഇന്നതായി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി അറിയാം, അതിൻ്റെ ആക്സലറേഷൻ എങ്ങനെയായിരിക്കും അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിന് ഒരു പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ പ്രോബ്ലംസിലും ഡിസ്കസ് ചെയ്ത് പോകാം.